ഞാൻ സലീം വരച്ച ഫോട്ടോയാണ് കേട്ടോ. ഇത് തീരെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ ഞാനിത് കൊണ്ടുപോയി ഒഴുക്കാൻ പോണത്. ഞാൻ ഈ ഫോട്ടോ വീട്ടിൽ വെച്ചേക്കൊരു അപകടമാണെന്നുള്ളത് ഞാൻ അകത്ത് വെളിച്ചം കിട്ടാത്തത് കൊണ്ട് പുറത്തേക്ക് വന്നതാണ്. എന്റെ കോലൊന്നും കണ്ടിട്ട് ഞെട്ടിയൊന്നും ചെയ്യണ്ട കേട്ടോ, മറ്റൊന്നുമല്ല, വരച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നായിട്ട് പെയിന്റ് ആയിരിക്കുന്നു, നിങ്ങൾക്ക് അറിയാലോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മള് ജസ്ന സലീമിന്റെ ഫോട്ടോ വീട്ടിൽ വെച്ചതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. എന്റെ കുടുംബം മുഴുവൻ മുടിഞ്ഞു, ഞാനും മുടിഞ്ഞു. അതായത് എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനമില്ല. അതുകൊണ്ട് ഈ ഫോട്ടോ കൊണ്ടുപോയിട്ട് ഞാൻ കടലിൽ ഒഴുക്കുകയാണ്. അതിന് മുന്നേ തന്നെ തിരുമേനിയോട് ഞാൻ ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത്. തിരുമേനി പറഞ്ഞു ഇതുപോലെ നിങ്ങൾ പോയിട്ട് കടലിൽ ഒഴുക്കി കളയുക എന്നാണ് പറഞ്ഞത്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാട്ടാ. അതായത് ദൈവത്തിന്റെ ഫോട്ടോ വെച്ചു എന്ന് കരുതിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കൂടുതൽ ഐശ്വര്യം കൊണ്ടൊന്നും ദൈവങ്ങൾ വരില്ല. ആദ്യം തന്നെ നമ്മൾ എന്താണ് വേണ്ടത് വെച്ചാൽ നമ്മുടെ മനസ്സ് ക്ലിയർ ആണെങ്കിൽ, നമ്മൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേർക്ക് പുണ്യങ്ങൾ ചെയ്യുക, പാപങ്ങളെ സഹായിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു ലക്ഷങ്ങൾ വിലയുള്ള വിഗ്രഹങ്ങളോ ലക്ഷങ്ങൾ വിലയുള്ള ഫോട്ടോകളോ ഇതൊക്കെ കൊണ്ടുവച്ചു എന്ന് കരുതിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ദൈവങ്ങൾ വന്നിട്ട് നിങ്ങളെ വീട്ടിലെന്നാ നിങ്ങൾ 1 ലക്ഷത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് 2 ലക്ഷം പിടിച്ചോ എന്നൊന്നും പറഞ്ഞിട്ട് ആരും തരൂല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ഫോട്ടോ വാങ്ങിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പണക്കാരനാകായിരുന്നു. ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടൊന്നും തരുന്നതല്ലല്ലോ. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോയ്ക്ക് 5000 10,000 കറ്റം വിലയുണ്ട്. അപ്പൊ അവര് വരച്ചത് കൊണ്ട് മാത്രം ഇത് ദൈവികമാണ്, അല്ലെങ്കിൽ ദൈവങ്ങൾ ഇതിൻ്റെ അകത്ത് കുടിയിരിപ്പുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഇത് വാങ്ങിച്ചതെങ്കിൽ അത് മണ്ടത്തരം തന്നെയാണ്. ഇതിൽ ഞാൻ ജസ്നയെ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം എന്താ വെച്ചാൽ ജസ്ന അവരുടെ തൊഴിൽ ചെയ്തു, അവരുടെ ജോലി ചെയ്തു, അവർക്കിത് വിൽക്കാൻ വേണ്ടിയിട്ട് അവരൊരു മാർക്കറ്റ് കണ്ടുപിടിച്ചു. കാരണം ഇത്രയും വലിയൊരു മാർക്കറ്റ് ജീവിതത്തിൽ കിട്ടൂല എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ജസ്നയേക്കാൾ കൂടുതൽ ഇവിടെ നല്ല രീതിയിൽ ഇവിടെ എന്താ പറയുക ചിത്രം വരയ്ക്കുന്നവരും അതുപോലെ തന്നെ ആരാധിക്കുന്നവരും വളരെയധികം ഭക്തിയോടുകൂടി വരയ്ക്കുന്നവരുണ്ട്. പിന്നെ ഈ ചിത്രം വരയ്ക്കുന്നവരെല്ലാം ഹിന്ദുക്കൾ മാത്രമൊന്നുമല്ല, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, ഹിന്ദു ഉണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ജാതിക്കാരുണ്ട്. എന്തിനധികം പറയുന്നത്, ഇപ്പൊ ബംഗാളി വരെ വരയ്ക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ആ കൃഷ്ണനെയല്ല കേട്ടാ, അതായത് മധുര കൃഷ്ണനെയല്ല എല്ലാവരും വരയ്ക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ചില കൃഷ്ണന്മാരെയാ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരുപാട് വലിയൊരു ഫോട്ടോയും കൊണ്ടുവച്ചിട്ട് എനിക്ക് ഒരുപാട് സമൃദ്ധി തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തരാനാണ്? അതുപോലെ തന്നെ ഈ പിന്നെ നമ്മുടെ ജസ്ന സലീം എന്ന് പറഞ്ഞാൽ അവർ ബിസിനസ്സായത്, അവർക്ക് ഏറ്റവും നല്ലൊരു ബിസിനസ്സിന് ഇടം കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയുള്ള BJP-ക്കാർ തന്നെയാണ്. അവരുടെ ആ ഒരു ഇതിൽ തന്നെയാണ് ജസ്ന സലീം വളർന്നത്. അതിലല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. ഇപ്പോഴും ചില ആൾക്കാർക്ക് എന്ത് ഈ കണ്ണുകടിയും അസൂയയായി, അതായത് ജസ്ന സലീം അങ്ങ് വളർന്നു പോവുകയും ചെയ്തു, അതിന്റെ പുറകിൽ നിന്നവരൊക്കെ പുറകിലാവുകയും ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്ന സലീമിനെ വളർത്തിയതും തളർത്തിയതും ഒരേ കൂട്ടർ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ ജസ്ന ഇപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, അത് വേറെ തരത്തിൽ. ഏതായാലും നമുക്ക് അടുത്തത് ഇവർ പറയുന്നതെന്നാ നോക്കാം. ഇതൊരു സഹോദരിയുടെ വാക്കാന്ന് അവരൊരു വീഡിയോ ആയി ചെയ്തിട്ടുണ്ട്. അവരുടെ ചാനലിന്റെ പേര് ജലൂസ് വേൾഡ് എന്ന ഒരു ചാനലാണ്. അവരാണ് പറയുന്നത് അവർക്ക് ഈ കൃഷ്ണന്റെ ഈ എന്താ പറയുക ഈ ഒരു ഫോട്ടോ വെച്ചതിൽ പിന്നെ അവരുടെ കുടുംബം വരെ മുടിഞ്ഞുപോയി എന്നുള്ള തരത്തിലാണ് അവർ പറയുന്ന ബാക്കി കാര്യം കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നമ്മുടെ ജസ്ന സലീമിനെ പറ്റിയിട്ടാണ്. ഞാനിപ്പോൾ 2 മാസം മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ഒരു ശകലം ഞാൻ കാണിച്ചു തരാമേ. എന്താ പറഞ്ഞ വിശ്വാസമില്ലായ്മ, ഇത്രയും വിശ്വാസമില്ലായ്മയോടുകൂടി ചെയ്യുന്ന ഏതൊരു ജോലിയും ഇത്രയും പൈസ വാങ്ങിച്ചിട്ട് 5000 രൂപയുടെ ഒരു ഫോട്ടോയും അതിനകത്തില്ല അല്ലേ? അവര് പറയുന്നത് പോലെ എന്തോ ഒരു വാളിന്റെ കാര്യം പറയുമല്ലോ, അതിന്റെ തലയ്ക്ക് മേലിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നൊരു വാള് പോയിട്ട് എനിക്കത് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഈ വിശ്വാസം എവിടെ വെറുതെ കിട്ടിയാലും അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിൽ എന്ത് കിട്ടിയാലും മലയാളികൾ പോയി ക്യൂ നിൽക്കുന്നു പറഞ്ഞ പോലെ ഒരു അബദ്ധം എനിക്കും പറ്റിയതാണ്. ശരിയാണ്, എനിക്കും പറ്റി കേട്ടോ. ഞാനത് ഇല്ലെന്ന് പറയുന്നില്ല, എനിക്കും ഒരു അബദ്ധം പറ്റിയപ്പോൾ കാര്യം ഞാൻ പറയാം. ഞാനും 2023 ഓർഡർ കൊടുത്ത് 2024 എനിക്ക് ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചത് കാരണം, വീട്ടിലല്ല എൻ്റെ കടയിൽ എൻ്റെ സ്ഥാപനത്തിലാണ് കേട്ടോ ഞാൻ കൊണ്ടുവച്ചത്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാനിതിൽ കൊടുത്തേക്കാം. അപ്പോൾ
കയറി കണ്ടാൽ മതി, അപ്പോൾ മനസ്സിലാവും എന്താണ് പറ്റിയെന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരുപാട് വളച്ച് കെട്ടുമൊന്നും ചെയ്യുന്നില്ല. 2023 ഓർഡർ കൊടുത്തിട്ട് 2024 മാത്രമാണ് ആ ഫോട്ടോ കിട്ടുന്നത്. അപ്പോൾ ജസ്ന സലീം എത്രമാത്രം ബിസിയുള്ള ഒരാളാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്ര ചിത്രങ്ങൾക്കാണ് അവർ ഓർഡർ കിട്ടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ ബിസിനസ് നല്ല രീതിയിൽ അവർ ബിസിനസ് കൊണ്ടുപോയില്ലേ. ഇത്രയും ആൾക്കാർ അങ്ങനെ പറഞ്ഞു നിർത്തണമെങ്കിൽ അവരുടെ കഴിവ് ഒരു 1.5 കഴിവാണ്. പിന്നെ ഈ സഹോദരി പറയുന്നത് പോലെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഹിന്ദുക്കളും ഈ ജസ്ന സലീമിന്റെ ഫോട്ടോ ഒന്നും വാങ്ങിച്ചിട്ടില്ല. അതായത് ചെറിയൊരു വിഭാഗം മാത്രം. ഞാൻ പറഞ്ഞില്ല, അവർ ഏറ്റവും കൂടുതൽ വളർത്തിയതും അവർക്ക് ഏറ്റവും കൂടുതൽ പരസ്യം കിട്ടിയതും സുരേഷ് ഗോപിയെ പോലെയുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് തന്നെയാണ്. സുരേഷ് ഗോപി വരെ ചിത്രം വാങ്ങിക്കുന്നു, അതുപോലെ പല ആൾക്കാരും വാങ്ങിക്കുന്നു. അതുമാത്രമല്ല, ഗുരുവായൂർ അമ്പലത്തിൽ കയറിയിട്ട് ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ കൊണ്ട് ഒരുപാട് പേര് ഇവരുടെ കയ്യിൽ നിന്നും ഫോട്ടോ വാങ്ങിച്ചിട്ടുണ്ട്. 2023 തന്നെ നല്ലൊരു അതുകൊണ്ട് നല്ല രീതിയിൽ ഫോട്ടോ കച്ചവടം ജസ്ന സലീം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണിത്. അങ്ങനെയും കാത്തിരുന്ന് വാങ്ങിക്കണമെങ്കിൽ ഇതിൽ എന്തോ ഒരു ദൈവികമായ ശക്തിയുണ്ട്, അല്ലെങ്കിൽ ഇതിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് ഇവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നേ. അതായത് ഈ ഫോട്ടോ വാങ്ങിച്ചവരൊക്കെ വിശ്വസിച്ചത് എന്താ വെച്ചാൽ, ഇത് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സമൃദ്ധിയാണ്, ഇത് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഇങ്ങനെ പണം ഇങ്ങനെ ചടപടാതെ വരും. അതുപോലെ തന്നെ ഞങ്ങൾ പെട്ടി വേറെ വാങ്ങിക്കേണ്ടി വരും, സമൃദ്ധിയും ഐശ്വര്യവും വരും. എൻ്റെ പൊന്നു സഹോദരി, നിങ്ങൾ പറയുന്ന പോലെ ഹിന്ദുക്കൾ എല്ലാവരും ഒന്നും അങ്ങനെ വാങ്ങിക്കൂല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഫോട്ടോ വാങ്ങിക്കുന്നതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല. ഈ ഫോട്ടോ വെച്ചു എന്ന് വിചാരിച്ചിട്ടും വെച്ചില്ല എന്ന് വിചാരിച്ചിട്ടും നമ്മുടെ വീട്ടിനൊന്നും സംഭവിക്കാനും പോകുന്നില്ല. അതൊക്കെ ഒരു അന്ധവിശ്വാസം മാത്രമാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ ഒരു അന്ധവിശ്വാസമാണ് ശരിക്കും ജസ്ന സലീം മുതലെടുത്തതും, അത്രയേ ഉള്ളൂ. അല്ലാതെ ജസ്ന സലീം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിശ്വാസം, അതായത് ഇവരിങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോ ഒരുപാട് ഇവിടെ കച്ചവടം ചെയ്യാം എന്ന് ജസ്ന സലീം കരുതി. അതിന് തെറ്റൊന്നും പറയാൻ കഴിയില്ല. വേറെ എന്താ പറയുന്നത് നമുക്ക് നോക്കിയിട്ട് വരെ. ആരും പോകരുതട്ടെ, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവരിങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഒരു കള്ളിയങ്കാട്ട് നീലിയുടെ പോലെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലും ഒക്കെ ഇങ്ങനെ കയറി ഇറങ്ങി ആരെങ്കിലും ഒക്കെ ഒന്ന് ഏറ്റെടുക്കും, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കണേ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ജസ്ന സലീമിൻ്റെ ഓരോരോ കോപ്രായങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. എനിക്ക് ഈ ഹിന്ദു സഹോദരങ്ങളോടാണ് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യണം. അപ്പം ഞാൻ 2023 ഓർഡർ കൊടുത്ത് 2024 വാങ്ങിച്ച ഫോട്ടോയാണ്. കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ ഞാനിതിൽ കാണിക്കാം. സത്യം പറഞ്ഞാൽ ആ ഫോട്ടോ വന്നതിന് ശേഷമാണ് എനിക്ക് ഇത്രയും ഒരു ഒരുപാട് എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാനൊരു മതസൗഹാർദ്ദ ചാനലാണ് നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ ചാനൽ കാണുന്നവർക്ക് ഞാൻ അതൊന്നുമല്ല പറയുന്നത്. ഞാൻ ആ ഫോട്ടോ ഞാൻ ഉപേക്ഷിച്ചു കേട്ടോ. ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ പാപനാ. അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു മതസൗഹാർദ്ദ ചാനലാണ് നടത്തുന്നത്. അതിൽ തന്നെയുണ്ട് ഇവർ പറയുന്നതിൻ്റെ ഒരുപാട് മിസ്റ്റേക്കുകൾ. കാരണം എന്താ വെച്ചാൽ, നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ഒരു മതത്തെയും കണ്ടല്ല. അതായത് നമ്മുടെ വീഡിയോ നമ്മളിപ്പോഴും അമ്പലത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടു, ഇല്ലെങ്കിൽ തെയ്യത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടു, പള്ളിയുടെ ഒരു വീഡിയോ ഇട്ടു, ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നേർച്ചയുടെ ഒരു വീഡിയോ ഇട്ടു. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പല ആൾക്കാരും കാണും. അത് ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ അങ്ങനെയൊന്നുമില്ല, ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ തെയ്യം കാണാൻ, ഇപ്പൊ മലബാറിലൊക്കെ ആണെങ്കിൽ തെയ്യം കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. അതിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യനുണ്ട്, എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ പല നേർച്ചകൾക്കും ആൾക്കാർ എല്ലാവരും കൂട്ടമായി പോകാറുണ്ട്. പെരുന്നാളുകൾക്ക് കൂട്ടമായി പോകാറുണ്ട്. ഇതിലൊക്കെ പ്രശ്നമായിരിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീവ്രമായിട്ട് ഇതുപോലെ ചിന്തിക്കുന്ന, തീവ്രമായിട്ട് ഞാൻ ഹിന്ദുക്കൾ ഇന്ന് പറയുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത്. അത് ഹിന്ദുവിന് മാത്രമല്ല, ഞാൻ മുസ്ലിം ആണെന്ന് പറയുമ്പോഴും ഞാൻ ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞ് അങ്ങനെ തീവ്രമായിട്ട് ഒരു ഇത് പറയുമ്പോഴാണ് നമ്മൾ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സഹോദരിയോട് പറയുകയാണ്, നിങ്ങളെ വീഡിയോ എല്ലാവരും കാണും, നമ്മളൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കാണും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇവരിപ്പോഴും ആ ഒരു ഫോട്ടോ കൊണ്ടുപോയിട്ട് ഒഴുക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ത്തിൽ കൊണ്ടുപോയി ഞാൻ ആ ഫോട്ടോ ഞാൻ ഒഴുക്കി കളഞ്ഞു. അപ്പോൾ ഞാൻ അതിന് ഒരുപാട് പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഞാൻ ഒരുപാട് എനിക്ക് മനസ്സിനകത്ത് തിങ്ങി, എനിക്ക് വിഷമമുണ്ട്, എനിക്ക് സങ്കടമുണ്ട്. ആ ഒരു ഫോട്ടോ എനിക്ക് കൊണ്ട് കളയേണ്ടി വന്നതിൽ, അല്ലെങ്കിൽ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്, എനിക്ക് സങ്കടമുണ്ട് കേട്ടോ. പക്ഷേ എനിക്കത് ഉപേക്ഷിക്കാതിരിക്കാൻ പറ്റിയില്ല. അതൊരുപാട് പൊലിച്ചൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, ചെറിയൊരു വീഡിയോ ആയിട്ട് മാത്രം, നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം. ഇത് നമ്മുടെ ജസ്ന സലീം വരച്ചിരുന്ന പടമാണ് കേട്ടോ. 2023 തന്നതാണ്. 23 അല്ല, 24 തന്ന പടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട്. പക്ഷേ എനിക്കിത് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് കൊണ്ടുപോകുന്നത്. ബാക്കി ഞാൻ കഴിയെ പറയാം.
ജസ്ന സലീം വരച്ച ഫോട്ടോയാണ് കേട്ടോ. ഇത് തീരെ നിവർത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ ഞാനിത് കൊണ്ടുപോയി ഒഴുക്കാൻ പോണത്. ഞാൻ 2 മാസം മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോ വീട്ടിൽ വെച്ചേക്കരുത്, അപകടമാണെന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ശരിക്കും ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ട് എനിക്ക് പക്ഷെ വളരെ വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെ ഈ ഫോട്ടോ കൊണ്ട് കളയുന്നതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട്, ഭഗവാന്റേതായതുകൊണ്ട്. പക്ഷെ എന്നെ അത് കൊണ്ട് കളയിപ്പിക്കുന്നിടത്തെ ആ ഒരു സാഹചര്യം വരെ എത്തി നിർത്തിയേക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് കളയുന്നത്. ഇപ്പൊ എനിക്കുള്ള ഈ വീഡിയോ കാണുന്നവര് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്ത് എന്റെ ഹിന്ദു സഹോദരങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, ഈ ഫോട്ടോ വാങ്ങിച്ച ആരും ഇനി വഞ്ചിതരാവരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഞാനിപ്പോ വാങ്ങിച്ചതിന് ശേഷം എനിക്ക് നഷ്ടങ്ങളല്ലാതെ ഒരിതും വന്നിട്ടില്ല. അതുകൊണ്ട് ആലോചിച്ച് നോക്കട്ടെ, അവരുടെ ആ മനസ്സിന്റെ വിഷമം നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് ഈ ഫോട്ടോ വന്നതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായത്, ഈ ഫോട്ടോ കാരണമാണ് ഞാൻ ഈ ഒരു ഗതിയിലായത് എന്നാണ് ഈ സ്ത്രീ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ ആ മനസ്സിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ ഫോട്ടോയാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ ഫോട്ടോ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മുടിഞ്ഞു പോകും. ഒരുപാട് പേര് പറയുന്നു ഈ ഫോട്ടോ വീട്ടിൽ വെക്കാൻ പാടില്ല. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ജസ്ന സലീം വരച്ചുകൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് നമ്മുടെ കൃഷ്ണനെ ഇപ്പോഴും ഈ ജസ്ന സലീം ആയാലും അതുപോലെ തന്നെ ഞാനായാലും നിങ്ങളായാലും എല്ലാവരും ആയാലും ഒരുപോലെ തന്നെയാണ്. കൃഷ്ണൻ അല്ലാതെ വന്നിട്ട് ഒരാളെയും ദ്രോഹിക്കാനൊന്നും നിൽക്കില്ല. എൻ്റെ ഒരു പടം ഒരാൾ വരച്ചു എന്ന് കരുതിയിട്ട് ഒരാൾ പോലും ദ്രോഹിക്കാൻ വേണ്ടി നിൽക്കൂല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോയാണ്. ഈ ഫോട്ടോ കൊണ്ട് വെച്ചതാണ് എന്നുള്ള ആ ഒരു എന്താ പറയേണ്ട ഒരു മൂഢമായ ഒരു കാര്യം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അന്ധവിശ്വാസത്തിൻ്റെ അങ്ങേ കോണിലാണിത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള നമ്മളെ ഒരു ഫോട്ടോ വീട്ടിൽ വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ള ആ ഒരു ധാരണയിൽ അത് കൊണ്ടുപോയിട്ട് ഒഴുക്കി കളയുകയാണ്. അതും 5, 10, 1000 രൂപയ്ക്ക് വാങ്ങിച്ചാണ്. ഇത് വാങ്ങിക്കേണ്ട ഒരാവശ്യവുമില്ല. ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ഒരുപാട് പേര് ഫോട്ടോ വിറ്റ് അത് 500, 600 കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫോട്ടോ കിട്ടും. അങ്ങനെ ഉപജീവനം നടത്തുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ജസ്ന സലീം അതിൽ കണ്ടൊരു മാർക്കറ്റ്, ആ മാർക്കറ്റ് ഇവരെ പോലെയുള്ളവർ തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവരെ പോലെയുള്ള 10 പേരെ കിട്ടിക്കഴിഞ്ഞാൽ ജസ്ന സലീം മാത്രമല്ല ഇതുപോലെയുള്ള ആൾക്കാർ മുഴുവൻ രക്ഷപ്പെടും. ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ പലതരത്തിലും ജ്യോതിഷന്മാരായി കഴിഞ്ഞാലും അവരായാലും ഇവരായാലും പൂജാതി കർമ്മങ്ങളായാലും ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ബാക്കി പറയുന്നതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇതൊക്കെ ഓർത്ത് നിങ്ങൾ വാങ്ങിച്ച് വഞ്ചിതരാവരുത്. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഇവള് ഈ വരയ്ക്കുന്നത് ഒരു ഭക്തിയോ അല്ലെങ്കിൽ ഒരു വിശ്വാസമോ ഒന്നും ഇല്ലാതെയുള്ളതാണ് ഇവളെ ഈ പടം വരപ്പ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് നമ്മുടെ ഹിന്ദു സഹോദരങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും ഇവളുടെ ഈ ഫോട്ടോ വാങ്ങിച്ച് നമ്മളെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ കൊണ്ട് വയ്ക്കരുത്. ഇനിയെങ്കിലും ഒരാളെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലുണ്ട് അത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നമ്മളെപ്പോലെയുള്ളവരെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് അവളുടെ ആ ചിരിയും. വീണ്ടും ഞാൻ പറയുകയാണ് പൊന്നു സഹോദരി, നിങ്ങൾ ഹിന്ദുക്കളുടെ എല്ലാവരുടെയും കാര്യം പറയരുത്. ചെറിയൊരു വിഭാഗം ആൾക്കാർ മാത്രമാണ് ഇവരുടെ ഈ ഫോട്ടോ വാങ്ങിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഈ ഫോട്ടോ ഇവർ വരച്ചു എന്ന് വിചാരിച്ചിട്ട് ലോകമൊന്നും ഇടിച്ചു വിടാനൊന്നും പോകുന്നില്ല. അത് അവരുടെ ഒരു ബിസിനസ്, ആ ഒരു സാധ്യത അവർ കണ്ടു എന്നാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഹിന്ദു സഹോദരങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞ ഈ ഫോട്ടോ അടിമകളൊന്നും അല്ല. എല്ലാവരുടെ വീട്ടിലും ഫോട്ടോ ഉണ്ടാകും. ഫോട്ടോത്തിൻ്റെ വഴിക്ക് പോകും, നമ്മളെ വഴിക്ക് പോകും. ഇതിപ്പോഴെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോട്ടോ വാങ്ങിച്ചു കൊണ്ടുവന്നതിൽ ശേഷം അല്ലെങ്കിൽ അതിന് മുന്നേയും ഉണ്ടാകാം ഈ സഹോദരിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരത് നോക്കിയപ്പോൾ ഏതെങ്കിലും ഒരു ജോഷി, നമ്മൾ എല്ലാവർക്കും തന്നെ പണമാണ് വേണ്ടത്. അങ്ങനെ പണം കണ്ടപ്പോൾ നിങ്ങൾ എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടോ? പണ്ട് ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വിദേശത്തു നിന്നൊരു പ്രതിമയൊക്കെ കൊണ്ടുവരാൻ എല്ലാവർക്കും ഭയമാണ്. പക്ഷെ അവസാനം അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ജൂനിയർ മാൻഡ്രേക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
അതിൻ്റെ അകത്ത് മുത്തുമണികളാണ് അവസാനമായിട്ട് നമ്മളെല്ലാവരും കാണുന്നതുമാണ്. പക്ഷെ അതിലെല്ലാം ഉപരി എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു അന്ധവിശ്വാസം ആദ്യം പ്രചരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സഹോദരി പറയുന്നത്, ഹിന്ദു സഹോദരങ്ങളൊന്നും ഇത് വാങ്ങിക്കരുത്, ഇത് ആര് വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഇവിടെ ദൈവവിശ്വാസികളാണ്. പക്ഷെ അമിതമായിട്ട് അമ്പലത്തിൽ പോയിട്ട് ഉരുണ്ടത് കൊണ്ട് മാത്രം നമ്മൾ ഭഗവാന്റെ പ്രീതി പിടിച്ചു പറ്റൂല. 24 മണിക്കൂർ അമ്പലത്തിൽ പോയി കിടന്ന ഭഗവാന്റെ പ്രീതി പിടിച്ചു പറ്റിയിട്ട് നമ്മൾ പണക്കാരനാവൂല. നമ്മൾക്ക് എന്താണ് പ്രശ്നം എന്ന് നമ്മൾ കണ്ടെത്തണം. അല്ലാതെ അതൊന്നും ദൈവം തീർത്ത് തരൂല. താൻ പാതി ദൈവം പാതി എന്ന് മാത്രമാണ്. അതാണ് ഇവിടെ നടത്തേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒരു ഫോട്ടോയുടെ പേരിൽ ഇപ്പോഴും പറഞ്ഞാൽ 10,000 രൂപയോളം കൊടുത്ത് ഇല്ല 5,000 രൂപയോളം കൊടുത്ത് ആ ഫോട്ടോ വാങ്ങിച്ചു. ആ ഫോട്ടോ കടലിൽ ഒഴുക്കിയിട്ട് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇനിയിപ്പോൾ ആ കടലിൽ ഒഴുക്കിയല്ലോ, ഇനി സമാധാനത്തിൽ ചിലപ്പോൾ ഇവർക്ക് നിൽക്കാം. അതായത് ആ ഫോട്ടോ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ഇവരെ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നുണ്ടോ? നിങ്ങളൊരു കാര്യം ചെയ്യുക തന്നെ വേണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോഴെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്ന സലീമിനോടുള്ള ചെറിയൊരു വിദ്വേഷം ഇപ്പം എല്ലാവർക്കും വന്നിട്ടുണ്ട്. അതായത് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ എന്താ പറയേണ്ടത്, ഈ വളർത്തിയത് ആരാണ് അവർ തന്നെയാണ് ഇപ്പോൾ ജസ്നയ്ക്കെതിരെയും വന്നിരിക്കുന്നത്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു വീഡിയോ ഉണ്ട്, കണ്ണൂരിൽ നിന്നുള്ള ഒരു ലസിത പാലക്കൽ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അവർ BJPൻ്റെ സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് മത്സരിച്ചവർ, അവരാണ് ഈ ജസ്നയ്ക്കെതിരെ ഭയങ്കരമായിട്ട് ഇപ്പോഴും പൊട്ടിത്തെറിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാലത്ത് അവരൊക്കെ ഈ തോളിൽ വെച്ച് നടന്നവരാണ്. പിന്നെ എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല. ഏതായാലും സഹോദരി പറയുന്ന ബാക്കി കാര്യങ്ങളൊന്നും കേട്ടിട്ട് വരാം. അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവരെ ആ ചൂഷണം ചെയ്തെന്നുള്ള ആ ഒരു അഹങ്കാരത്തോടെയുള്ള ചിരിയും നടപ്പും ഭാവവുമാണ് ഓരോ അമ്പലത്തിൽ ചെന്ന് നിന്ന് വെല്ലുവിളിച്ച രീതിയിൽ ആ വീഡിയോ എടുത്തിരുന്നത്. ഗുരുവായൂർ എന്നായാലും ഇപ്പോൾ മെനിങ്ങാന്ന് 2 ദിവസം മുമ്പാണോ ഇന്നലെയാണോ എന്നറിയാൻ വയ്യ. എന്തായാലും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയി നിന്നിട്ടുള്ള ആ വീഡിയോ എടുത്തിടുന്ന രീതിയൊക്കെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹിന്ദുക്കളുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ എന്തോ ഒന്ന് അവൾ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണ് അവൾ കാണിക്കുന്നത്. അവളുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ അവളുടെ മതത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ള മതങ്ങളെ നിന്ദിക്കുകയാണ് അവൾ ചെയ്യുന്നത്. ഒരു കാരണവശാലും എൻ്റെ പൊന്നു സഹോദരി, ആദ്യം തന്നെ നിങ്ങൾ പിന്നെ വിചാരിക്കേണ്ട ഒരു കാര്യം, അതായത് ഈ മുസ്ലിം സഹോദരങ്ങളെ തന്നെ കുറ്റം പറഞ്ഞിട്ടാണ് നിങ്ങളുടെ കൂടെ ജസ്ന വന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഉസ്താദിനെയും അതുപോലെ തന്നെ മറ്റു പലരെയും തള്ളി പറഞ്ഞുകൊണ്ടാണ് ജസ്ന സലീം നിങ്ങളുടെ കൂടെ വന്നത്, നിങ്ങൾക്ക് വേണ്ടി പടം വരക്കാൻ തയ്യാറായത്. അന്ന് നിങ്ങളെല്ലാവരും 2 കൈയും നീട്ടി സ്വീകരിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കുറ്റം പറഞ്ഞിട്ട് വരുന്നതല്ലേ. അതായത് മുസ്ലിം മതത്തിനെ മൊത്തത്തിൽ കുറ്റം പറഞ്ഞിട്ട് വരുന്നതായതുകൊണ്ട് തന്നെ എല്ലാവരും 2 കൈയും നീട്ടി സ്വീകരിച്ചു. ഇന്നിപ്പോൾ ആർക്കും വേണ്ട. ഇന്നിപ്പോൾ ജസ്ന അങ്ങ് വളർന്നുപോയി, ഫോട്ടോ വിറ്റ് പണക്കാരിയായി, വീടുകൾ വെച്ചു, കാറുകൾ വാങ്ങിക്കുന്നു, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പോകുന്നു, വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. എന്തിനധികം പറയുന്നു, ഹിന്ദുക്കളെ വിറ്റിട്ട് ജീവിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ ജസ്ന ചെയ്യുന്നത്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയപ്പെട്ടിട്ടോ നമ്മൾ വേറെ വിചാരിച്ച കാര്യമില്ല. ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലത്തെ അഭിവൃദ്ധിയും നമ്മുടെ വീട്ടിലെ സമാധാനവും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്, വേറെ ഒരാളുമല്ല. ഒരുപാട് ദൈവങ്ങളുടെ ഫോട്ടോ വെച്ചോ അവിടെ സമാധാനം ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. ദൈവങ്ങളുടെ ഫോട്ടോ നിങ്ങൾ വെച്ചോ വെക്കണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ അത് സമാധാനം കൊണ്ടാണ് അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടിയാണ് എന്ന് മാത്രം പറയരുത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അടുത്ത വീഡിയോ വരാം. നന്ദി, നമസ്കാരം.